നോട്ട് എവരി വൺ ഡിസേർവ്സ് ഫുൾ ആക്സസ് ടു ഹാർട്ട്. സോ നിങ്ങളുടെ 20s ചിലപ്പോൾ ഹേർട്ടായിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും, അല്ല ഫിഗർ ഔട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഞാനിവിടെ 3 സിമ്പിൾ പോയിൻറ്റ്സാണ് പറയുന്നത്. അത് നിങ്ങളുടെ പീസ് പ്രൊട്ടക്റ്റ് ചെയ്യും, നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യും, ഓൾസോ നിങ്ങളെ ഇമോഷണലി മെച്യൂർഡ് ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫസ്റ്റ് പോയിൻ്റാണ് പ്രാക്ടീസ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. നമ്മൾ ലൈഫിലൊരു 18 വയസ്സ് കഴിയുമ്പം ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ തുടങ്ങും. അത് കോളേജിലായിട്ട്, ഹോസ്റ്റലിലായിട്ട്, അല്ലെ ഫ്രണ്ട്സായിട്ട്, അങ്ങനെ പല രീതിക്ക്. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പം കാണുന്ന ഫ്രണ്ട്സിനെ പോലെ അല്ല, അല്ലെ പരിചയപ്പെടുന്ന ഫ്രണ്ട്സിനെ പോലെ അല്ല ഈ ഒരു ടൈം പീരീഡിലെ ഫ്രണ്ട്സ്. സ്കൂളിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ തന്നെ ആയിരിക്കും നമ്മളൊരു സർട്ടൺ ടൈം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആഫ്റ്റർ 18 അങ്ങനെയല്ല. നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊന്നും നമ്മൾ കരുതാൻ പാടില്ല. ഇന്ന് അവർ നിങ്ങളോട് ക്ലോസ് ആയിരുന്നു, പക്ഷേ എന്ന് വെച്ച് നാളെ കാണുമ്പോൾ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യണമെന്നില്ല. ഒബ്വിയസ്ലി അത് നമ്മളെ വിഷമത്തിലാക്കും. കാരണം നമ്മളതല്ല അവരുടെ കയ്യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആരോടും കമ്മിറ്റ്മെൻറ്റ് കാണിക്കരുതൊന്നുമല്ല. നമ്മളെല്ലാവരോടും നന്നായി നിൽക്കണം, പക്ഷേ ഡോണ്ട് എക്സ്പെക്റ്റ് എനിത്തിങ് ബാക്ക് ഫ്രം യു. അങ്ങനെ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് നിൽക്കുകയെന്ന് അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് നമ്മളെ വളരെ കാര്യമായി തുടങ്ങും. സോ എനിക്ക് പറയാനുള്ള ഇതാണ്, നോട്ട് എവ്രി വൺ യു മീറ്റ് ഈസ് മെന്റ് ടു സ്റ്റേ. നമ്മളും ഒരു പോയിന്റ് കഴിയുമ്പോൾ ലൈഫിൽ ആൾക്കാരെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് തുടങ്ങും. സോ സെക്കൻഡ് പോയിൻ്റാണ്, ഡോണ്ട് ഓവർ ഷെയർ യുവർ ഡ്രീംസ്. നമുക്കെപ്പോഴും നമ്മളെപ്പറ്റി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ടും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം അങ്ങ് ഷെയർ ചെയ്യും. നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഹോപ്സ്, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്, അങ്ങനെ എല്ലാം നമ്മളങ്ങ് ഷെയർ ചെയ്യും. പക്ഷേ ഈ എല്ലാവരും നമ്മുടെ ഗ്രോത്ത് കാണാൻ അത്ര ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നമ്മുടെ ലൈഫിൽ വളരെ കുറച്ച് ആൾക്കാരെ കാണും, അപ്പാർട്ട് ഫ്രം അവർ പേരൻസ്, നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നു. നിൻ്റെ ലൈഫിൽ അങ്ങനെ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അവരോട് മാത്രം എല്ലാം ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാം, പക്ഷെ അവരോട് മാത്രം. എനിക്കറിയാം പാടാണ്. നമുക്ക് വളരെ ക്ലോസ് ആയ ഒരാൾ നമ്മളവിടെ അത്ര കാര്യമായി ചോദിക്കുമ്പം അവരോട് പറയാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും പേഴ്സണലി അത് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെപ്പറ്റി സംസാരിക്കുമ്പം അതിനൊരു ഫൈൻ ലൈൻ ഉണ്ട്. അത് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പൊങ്ങച്ചക്കാരനായി മറ്റുള്ളവർ കണ്ടുകൊള്ളും നമ്മളെ. അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ഓവർ ഷെയർ ചെയ്യാതെ എപ്പോഴും നോക്കണം. എനിക്ക് പറയാനുള്ള ഇതാണ്, എവ്രി വൺ ഡസൻറ്റ് ഡിസേർവ് ആക്സസ് ടു യുവർ ഡ്രീംസ്. അപ്പോൾ നമ്മുടെ തേർഡ് പോയിൻ്റാണ്, ഹെൽപ്പ് പീപ്പിൾ ഹു കാൺട്ട് ഹെൽപ്പ് യു ബാക്ക്. നമ്മൾ ലൈഫിൽ പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ പേരൻസിനെ, നമ്മുടെ ഫ്രണ്ട്സിനെ, അങ്ങനെ പല ആൾക്കാർ. പക്ഷേ ഈ ആൾക്കാരൊക്കെ നമ്മൾ തിരിച്ചും ഹെൽപ്പ് ചെയ്യും, അല്ലെ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓൾസോ ഇവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം, ഇത് എനിക്കൊരാവശ്യം വന്നാൽ ഇവരെന്നെയും തിരിച്ച് ഹെൽപ്പ് ചെയ്യുമെന്ന്. പക്ഷേ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ഹെൽപ്പ് ഇതൊന്നുമല്ല. നമുക്ക് ഇൻ റിട്ടേൺ ഒന്നും കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്ന ഹെൽപ്പാണ്. ഫോർ എക്സാമ്പിൾ, ഓർഫനേജസിലൊക്കെ ഡൊണേഷൻ കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്നതോ അല്ല. ഇനി നമ്മൾ ലൈഫിൽ ഒരിക്കലും കാണില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ നമ്മൾ അങ്ങോട്ട് അറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നു. അല്ല, ഇത്ര ഒന്നും വേണ്ട, ഇതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്കറിയാത്ത, നമുക്ക് സ്ട്രേഞ്ചറായിട്ട് ആളെ കാണുമ്പോൾ അവരെ നോക്കി ചിരിക്കാൻ തോന്നും. അതൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഹെൽപ്പ്. ഈ ഒരു ആക്ട് നമുക്കൊരിക്കലും ഡയറക്റ്റ് റിട്ടേൺസ് തരില്ല, പക്ഷേ അത് നമുക്ക് തരാൻ പോകുന്നൊരു സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും ഉണ്ട്. അത് നമുക്ക് ലോകത്ത് വേറെ ഒന്നിനും തരാൻ പറ്റില്ല. ഒബ്വിയസ്ലി നമ്മൾ ചെയ്ത നല്ല കാര്യത്തിന് ഉറപ്പായിട്ടും ദൈവം നമുക്ക് ഏതെങ്കിലും ഒരു പോയിൻ്റ് അതിന് റിട്ടേൺ തരും. പക്ഷെ നമ്മൾ ആ ഹെൽപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, നമുക്കത് മാത്രം മതി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 3 സിമ്പിൾ കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും ബാക്കി വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം. ഇനി ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ്.